ഹലോ വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അച്ചാറുകൾക്കൊക്കെ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാൽ കുറേ നാൾ കേടുകൂടാതിരിക്കാനും നല്ല ടേസ്റ്റ് കിട്ടാനും സഹായിക്കുവേ. അപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 2 പച്ചമുളകാണ് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തുടം വെളുത്തുള്ളിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം പൊടിയായിട്ടാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കാം. അതല്ല കട്ടക്കായമാണെങ്കിൽ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കായം ഒരു 1/4 ടീസ്പൂണോളം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പം അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടും നമ്മുടെ അച്ചാറിന്. അപ്പോൾ ഇതേ മുളക് പൊടി എല്ലാ എണ്ണയിൽ കിടന്ന് ഒന്ന് അത്യാവശ്യം നന്നായി മൂത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് ആ മസാലയിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതേ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ ചീനിച്ചട്ടിയിലൊക്കെ ഒന്ന് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട് മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ മാങ്ങയാണ്. മാങ്ങയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചിരുന്നതാണ്. കൂടുതൽ നേരമൊന്നും വെച്ചിട്ടില്ല, ഒരു അരമണിക്കൂർ. ഇനി ആ മാങ്ങയെല്ലാം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടിലേക്ക് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് വെന്ത് പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അച്ചാർ ഒരു ടേസ്റ്റ് ഇല്ലാതെ ആവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അച്ചാറിൻ്റെ ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ല കറുമുറാന്ന് കടിക്കാൻ പറ്റും. അപ്പോൾ അതേ ഇതുപോലെ നന്നായി ഒന്നിനി ഇളക്കിയെടുക്കാം. നമുക്ക് ആ ഒരു മസാലയിലെല്ലാം ദാണ്ട് ആ മാങ്ങയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അച്ചാറൊക്കെ നല്ല കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പം ഈ സമയത്ത് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്തും കൊടുക്കാം നമുക്ക്. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ട് പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പം ഉപ്പ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് കുറച്ച് നേരം അങ്ങ് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഞാനിതിപ്പം വൈകുന്നേരം ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ തന്നെ ചൂടാറിയതിന് ശേഷമാണ് അടച്ചു വെച്ചിരുന്നത്. ഇനി നമുക്ക് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് വേറൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള നല്ല സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് പറയണേ. ഉറപ്പായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് പിന്നെ ഇത് കുറേ നാൾ വെളിയിലിരിക്കത്തില്ല. കാരണം ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിനകത്താണ്. ഒരു 3-4 ദിവസമൊക്കെ വെളിയിലിരുന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നാൽ കുറേ നാൾ ഉപയോഗിക്കാം.